ചാവ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ ശേഷം ഔറംഗാബാദിന്റെ ഗ്രേവ്യാർഡ് അഥവാ ഔറംഗാബാദിനെ സംസ്കരിച്ചിരിക്കുന്ന കല്ലറ പൊളിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു വിഭാഗം ആൾക്കാർ രംഗത്തെത്തിയിരുന്നു. എന്നാൽ മഹാരാഷ്ട്ര സർക്കാർ ഇത് ശരിവയ്ക്കുന്ന രീതിയിലാണ് സമ്മതം മൂളിയതും. അത് എന്നെങ്കിലും ഒരു നാൾ ഞങ്ങൾ പൊളിച്ചു കളയുമെന്ന് മഹാരാഷ്ട്ര സർക്കാരും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിട്ടുള്ള ദേവേന്ദ്ര ഫട്നാവിസും സമ്മതം മൂളിയതായാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും മറ്റു മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു പടി കൂടെ കടന്ന് ഈ ഔറംഗസേബിന്റെ ഈ കല്ലറ പൊളിച്ചില്ലെങ്കിൽ ഞങ്ങൾ അവിടെ കർസേവ നടത്തുമെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ബജ്രംഗ് ദൾ. അവിടെ വലിയ ഒരു ജനക്കൂട്ടത്തെ കൊണ്ടുവന്നു. ഒരുപക്ഷെ ബാബറി മസ്ജിദിനെക്കാൾ വലിയ ജനക്കൂട്ടമായിരിക്കും അങ്ങോട്ടേക്ക് ഇരച്ചെത്താൻ പോകുന്നത്. എന്നിട്ട് നിങ്ങൾ പൊളിച്ചില്ലെങ്കിൽ ആ ശവക്കല്ലറ ഞങ്ങൾ പൊളിച്ചു കളയുമെന്നാണ് ഇപ്പോൾ ബജ്രംഗ് ദൾ പറയുന്നത്. വലിയ തരത്തിലുള്ള ടെൻഷനാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഉയർന്നു വന്നിരിക്കുന്നത്. ഇതോടുകൂടി ഔറംഗസേബിൽ കല്ലറയിൽ സന്ദർശകരായി എത്തുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വന്നു. ഉടനെ തന്നെ ഈ കല്ലറ പൊളിച്ചു നീക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് സംരക്ഷണവും ഈ കല്ലറയ്ക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഖുൽദാബാദിലെ ഛത്രപതി സംഭാജി നഗറിൽ സ്ഥിതി ചെയ്യുന്ന മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ശവകുടീരം സന്ദർശിക്കുന്നവരുടെ എണ്ണത്തിൽ ഇതേ തുടർന്ന് വലിയ കുറവുണ്ടായെന്ന് നമുക്ക് മനസ്സിലാകുന്നു. രാഷ്ട്രീയ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതും ചരിത്ര പ്രാധാന്യമുള്ള ഈ സ്ഥലം പൊളിച്ചു മാറ്റണമെന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഏകകണ്ഠേനയുള്ള ഒരു നിലപാടുമാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ആൾക്കാരുടെ എണ്ണം കുറയാനുള്ള കാരണം. എന്തായാലും വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഈ ശവക്കല്ലറ സന്ദർശനത്തിൽ പെട്ടെന്ന് കുറവുണ്ടായതായി ഇത് പരിപാലിക്കുന്ന ഫിറോസ് അഹമ്മദ് കബീർ അഹമ്മദ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏകദേശം 2500 മുതൽ 3000 വിനോദസഞ്ചാരികളാണ് ഈ ശവക്കല്ലറ സന്ദർശിക്കാറുള്ളത്. എന്നാൽ വിവാദത്തിന് ശേഷം ഈ സംഖ്യ പ്രതിദിനം 200 മുതൽ 400 വരെയായി കുറഞ്ഞു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശിവാജി മഹാരാജിന്റെ പിൻഗാമിയും സത്താറിൽ നിന്നുള്ള നിലവിലെ പാർലമെന്റ് അംഗവുമായ ഉദയൻ രാജെ ഭോസാലെ മാർച്ച് 7-ന് ഔറംഗസേബിന്റെ ശവകുടീരം പൊളിച്ചു മാറ്റണമെന്ന് ആദ്യം പറഞ്ഞിരുന്നു. പരസ്യമായ അദ്ദേഹം ഇത് പറഞ്ഞത്. കള്ളനും കൊള്ളക്കാരനും എന്ന് മുദ്ര കുത്തുന്നവനെ സംരക്ഷിക്കേണ്ട ആവശ്യകത നമുക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ശവകുടീരത്തെ ബഹുമാനിക്കുന്നവർ അത് സ്വന്തം വീടുകളിൽ കൊണ്ടുപോയി ബഹുമാനിച്ചോളൂ, എന്തായാലും ഈ സ്ഥലത്ത് ഈ ശവകുടീരം വേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഈ വികാരം പ്രതിഫലിച്ചുകൊണ്ട് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അടുത്ത ദിവസം തന്നെ ശവകുടീരം നീക്കം ചെയ്യും എന്ന രീതിയിലുള്ള ഒരു മൗനാനുവാദം നൽകിയതായും ഇപ്പോൾ അവിടെയുള്ള ആൾക്കാർ വിശ്വസിച്ചിരുന്നു. എന്തായാലും യാതൊരു നടപടിയും നിയമപരമായ പ്രോട്ടോക്കോളുകൾ പാലിക്കണമെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ഇതിൽ നടപടി ഉണ്ടാകും. പോരാത്തതിന് ഈ സ്ഥലത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രകാരം സംരക്ഷിത പദവി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ശവക്കല്ലറ സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികളുടെ മനസ്സിൽ ഭയമുണ്ട്. അതുകൊണ്ടാണ് അവർ ഇപ്പോൾ ഈ ശവക്കല്ലറ സന്ദർശിക്കാത്തതെന്നാണ് അതിനെ പരിപാലിക്കുന്നയാൾ പറയുന്നത്. എന്ത് തന്നെയായാലും അവിടേക്ക് ബജ്രംഗ് ദൾ വലിയൊരു മാർച്ച് നടത്താൻ പോവുകയാണ്. ആ മാർച്ച് ഒരു കർസേവയായിരിക്കും. ആ കർസേവയിൽ ഈ ശവക്കല്ലറ ഞങ്ങൾ പൊളിച്ചു മാറ്റുമെന്നാണ് ഇപ്പോൾ ബജ്രംഗ് ദൾ അവകാശപ്പെടുന്നത്. ഇതേ തുടർന്ന് ആ ശവക്കല്ലറയ്ക്ക് വലിയ രീതിയിലുള്ള സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.